ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ബാക്കിൽ അടിച്ചിരിക്കുന്ന പ്ലംബിംഗ് ലൈനിൽ നേരത്തെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ വീഡിയോസ് കുറച്ച് ദിവസമായി നമ്മൾ ഡിലേ ആയിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, വർക്കിൻ്റെ തിരക്ക് കാരണം കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ ഷോർട്ട് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫുൾ വീഡിയോയിലേക്ക് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ അതിനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഫുൾ വീഡിയോ വരാത്തത് കേട്ടോ. ഫുൾ വീഡിയോ എന്തായാലും വരും, കുറേ കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ ഒരുപാട് വീഡിയോസ് നമുക്ക് വരാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊജക്ട് ക്ലാമ്പൊക്കെ വെച്ചിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് ഈ കാണുന്ന പൈപ്പ് ഉണ്ടോ, ഇപ്പോൾ ഇത്രയും അധികം പൈപ്പുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെയാണ് ജസ്റ്റ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു 4000 അടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. അപ്പോൾ അത്യാവശ്യം അതിനുള്ള പോയിൻറ്റും കാര്യങ്ങളൊക്കെ നിലവിൽ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നത് നമ്മൾ ഈ 4 ഇഞ്ചിൻ്റെ ഡ്രൈനേജിൻ്റെ പൈപ്പാണ്. ഇപ്പോഴത്തെ നമ്മൾ 2 ഇഞ്ചിൻ്റെ വേസ്റ്റ് വെള്ളത്തിൻ്റെയാണ്. അത് നേരെ അവിടെ നിന്ന് നേരെ വരുന്നുണ്ട്. നമ്മൾ ഇവിടെ മുകളിലൊക്കെ നമ്മൾ PVC ഇതേപോലത്തെ പ്രൊജക്ടർ ക്ലാമ്പ് വെച്ചിട്ടാണ് ഒക്കെ സെറ്റാക്കിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നേരെ നമ്മൾ വെൽഡ് ചെയ്തുണ്ടാക്കിയാണ്. പലരും ചോദിച്ചത് എവിടെ നിന്നാണ് ക്ലാമ്പ് വാങ്ങാൻ കിട്ടിയതാണോ? അല്ല, വാങ്ങാൻ കിട്ടിയതല്ല. ഇത് നമ്മൾ അതിനനുസരിച്ചുള്ള ക്ലാമ്പ് വെൽഡ് ചെയ്തിട്ട് ഉണ്ടാക്കി പെയിൻ്റൊക്കെ അടിച്ച് സെറ്റാക്കിയാണ്. അത് നമ്മൾ തറയുടെ എത്ര വേണമെങ്കിലും നമുക്ക് ഗ്യാപ്പ് ഇട്ട് അടിക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അടക്കപ്പോൾ 4ാമത്തെ സൈറ്റിലാണ് നമ്മൾ ഈ ഐഡിയ ചെയ്തിരുന്നത് കേട്ടോ. ഇത് നമുക്ക് സെൽഫ് സ്ക്രൂൺ അടിച്ച് ഇത് ഡ്രിൽ ചെയ്ത് കയറ്റിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ വെള്ളത്തിൻ്റെ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്നത് 2 ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ലൈൻ ഫിൽറ്റർ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇത് 2 ഇഞ്ചിൻ്റെ ലൈൻ ഫിൽറ്ററാണ്. ഈ ഫിൽറ്റർ ഇങ്ങനെയാണ് വെക്കേണ്ടത്. നമ്മൾ നേരത്തെ എല്ലാ വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നില്ല. നിലവിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്താണ്. അപ്പോൾ ഈ 2 ഇഞ്ചിൻ്റെ വാൾവ് വെച്ചിട്ട് നേരെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പിന്നെ ഓൾറെഡി എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് ഓരോ വാൾവ് നമ്മൾ താഴ്ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കാണുന്ന പൈപ്പ് ഉണ്ടല്ലോ, ഇത് മുകളിലേക്ക് പോകുന്ന സെക്ഷനാണ്. മുകളിലേക്ക് ബാത്റൂമിലേക്ക് പോകുന്ന പൈപ്പാണ്. ഇത് 1.25 ഇഞ്ച് പൈപ്പാണ് ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന പൈപ്പ് 1.25 ഇഞ്ച് മോട്ടറിൻ്റെ. ഇവിടെ അത്യാവശ്യം മണ്ണുള്ള പൈപ്പാണ് ബോർവെല്ലിൽ നിന്ന് വന്നിരിക്കുന്നത്. 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1.25 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്നത് ഒരു കിണറിലേക്കുള്ള ഒരു കിണർ വരുന്നുണ്ട്. ആ കിണറിൻ്റെ പൈപ്പാണ് ഈ കാണുന്ന 1 ഇഞ്ച് കേട്ടോ. അപ്പോൾ ഇതൊന്നും അധികമല്ല, ഇതൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ്. ഇത് നമ്മൾ 1 ഇഞ്ചിൻ്റെ STRൻ്റെ പൈപ്പാണ്. അപ്പോൾ STR 11 പൈപ്പാണ്. പറഞ്ഞ പോലെ നമ്മൾ സോളാറിനുള്ള പൈപ്പ്, അതായത് മുകളിലേക്ക് ഒരു സോളാർ വെക്കുന്നുണ്ട്. ടോട്ടൽ എല്ലാ ബാത്റൂമിലേക്കും ഇതേപോലെ സോളാറിൻ്റെ ലൈന് വരുന്നുണ്ട്. കണക്ട് ചെയ്തിട്ടില്ല, നമ്മൾ അടികൂടി കഴിഞ്ഞാൽ അതൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള പൈപ്പാണ്. പിന്നെ ഒരു വാട്ടർ അതോറിറ്റി, അതായത് ഒരു മുനിസിപ്പാലിറ്റി പഞ്ചായത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ലൈനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ 3 പൈപ്പും അധികമല്ല. ഇത് ക്ലൈൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ ഇടുന്നതല്ല, നമ്മൾ സന്തോഷപ്രകാരമൊന്നുമല്ല നമ്മൾ ഇടുന്നത്. ഈ കാണുന്ന 3 പൈപ്പ് സോളാറിൻ്റെയാണ്. സോളാറിൻ്റെ ഒരു DC എർത്തും AC എർത്തുമാണ് രണ്ടും പാടെ വരുന്നത്. അതേപോലെ തന്നെ ഒരു പാനലിന് വരുന്ന വയർ, അതൊക്കെ പാടെ നമ്മൾ ഈ ഭാഗത്തായിരിക്കും പാനലും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇത് ഓട്ടോമേഷൻ ഇത് വെക്കാനുള്ളത്, എന്താണ് ഓട്ടോമാറ്റിക് മോട്ടർ കട്ട് ഓഫ് ആവാനുള്ള ഇതാണ് വരുന്നത് കേട്ടോ. അതിനുള്ള പൈപ്പാണ്. അപ്പോൾ ഈ 3 പൈപ്പ് ഇലക്ട്രിക്കലിൻ്റെ ഇതാണ് വരുന്നത്. ഇലക്ട്രിക്കലിൻ്റെ ISA പൈപ്പാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലംബിങ്ങിൻ്റെ പൈപ്പ് ആക്കായിരുന്നില്ല ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് ഇലക്ട്രിക്കലിൻ്റെ തന്നെ ചെയ്യണം. കാരണം സോളാറിൻ്റെ ഒക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് അത് പ്ലംബിംഗ് ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാസ്സായിന്ന് വരില്ല. അപ്പോൾ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പ് തന്നെ ഇടണം. എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഷോർട്ടേജ് ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് ഉരുകി പോകും, കത്താൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഫയർ കത്തില്ല, അങ്ങനത്തെ പൈപ്പാണ് കേട്ടോ. ഇത് മഴവെള്ളത്തിൻ്റെ പൈപ്പാണ്. ഈ കാണുന്ന 3 ഇഞ്ച് പൈപ്പ് പറയുന്നത് മുകളിൽ നിന്ന് വരുന്ന മഴവെള്ളത്തിൻ്റെ പൈപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് ഇവിടുന്ന് ഈ സൺസെറ്റ് വെള്ളം കൂടി ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ അതേപോലെ തുളച്ചിട്ടാണ് നമ്മൾ ഇറക്കിക്കുന്നത് കേട്ടോ. അത് നേരത്തെ നെക്സ്റ്റ് വീഡിയോയിൽ വരും. ഈ കാണുന്ന പൈപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 1.25 ഇഞ്ച് പൈപ്പ് നേരെ മുകളിൽ നിന്ന് വരുന്നതാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഓട്ടോമേഷൻ്റെ അല്ല, നമ്മൾ വേറെ ബോർവെല്ലിൽ നിന്ന് അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് എന്തെങ്കിലും അതിന് ഓവർഫ്ലോ ആയി പോയി കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിൽ നിന്ന് ചാടുമ്പോൾ തൊട്ട സൈഡിൽ വീഴാണ്. അപ്പോൾ ഇവരെ ചുമരിലേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുന്ന പണിയിൽ നമ്മൾ സൺസെറ്റിൻ്റെ താഴ്ഭാഗത്താണ് ഓവർഫ്ലോ കൊടുന്ന് സെറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഈ ടാങ്ക് കഴുകുന്ന വേസ്റ്റ് വെള്ളം, അതായത് മുകളിൽ ഒരു വാൾ വെച്ചിട്ട് അത് കഴുകും. അപ്പോൾ അതിനുള്ള വേസ്റ്റ് വെള്ളം ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് വരിക. ഇത് രണ്ടും കൂടിയുള്ളൊരു പൈപ്പാണ് വരുന്നത് കേട്ടോ. പിന്നെ പലർക്കുള്ളൊരു സംശയമാണ്, അല്ലെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടതാണ്, എന്തിനാണ് ഇത്രത്തോനെ പൈപ്പ് അടിച്ചിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് വേണ്ട പൈപ്പുകൾ മാത്രമേ നമ്മൾ അടിച്ചിട്ടുള്ളൂ, അല്ലാതെ അനാവശ്യമായിട്ട് ഒരു പൈപ്പ് നമ്മൾ അടിച്ചിട്ടില്ല. ചെറിയ വീട് 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിലാണെങ്കിൽ ഇത്രത്തോനെ പൈപ്പ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ 4000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ ഉള്ളിൽ അത്രയും അധികം, ഇതിലേക്ക് 10000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ആ പൈപ്പിൻ്റെ എണ്ണം ഇതിനേക്കാളും 3 ഇരട്ടി കൂടും. അപ്പോൾ ആ വീട്ടിലുള്ള ഇതിനനുസരിച്ചിട്ടായിരിക്കും പൈപ്പിൻ്റെ ഇത് കയറ്റുക, പ്ലംബിങ് കയറ്റുക. ഓരോ രീതിയിൽ ഓരോ പ്ലംബിങ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യാറുള്ളത് ഈ വീഡിയോയുടെ താഴ്ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇത് 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായാലും കഴിഞ്ഞു. ഇതൊക്കെ പാടെ ഒരുപാട് ലെങ്ത് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സമയം നഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് ഷോർട്ടാക്കിയിട്ട് ചെയ്തു മാത്രം. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, 2 പാർട്ട് കൂടി വരാണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.